ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ആദരണീയ ഗുരുജനങ്ങളെ, പ്രിയ കൂട്ടുകാരെ, ഞാൻ ഏബലം ജോമൻ, കണ്ണൂർ രൂപതയിലെ ബക്കളം ഫാത്തിമ ഇടവകയിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് സഹോദരന്റെ കാവലാളാവുക എന്ന വിഷയത്തെക്കുറിച്ചാണ്. സഹോദരൻ എന്നാൽ ഒരേ ഉദരം പങ്കിട്ടവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ജനനം മുതൽ തുടങ്ങുന്ന ആത്മബന്ധം നമ്മൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. ഒരമ്മയുടെ രക്തവും ചൂടും പങ്കിട്ടാത്തവർ തമ്മിൽ ഒരിക്കലും ശത്രുത പാടില്ല. സ്നേഹവും വിശ്വാസവും സഹകരണവും ജീവിതാവസാനം വരെ പങ്കിടുകയാണ് നാം ചെയ്യേണ്ടത്. ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് പല കുടുംബങ്ങളും തകർന്നു പോകുന്നത്. ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് തണലും കാവലാളുമാക്കണമെന്ന് ചിന്തയില്ലാത്തത് കൊണ്ടാണ് സ്വത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ സഹോദരങ്ങൾ തമ്മിൽ പോരടിക്കുന്നത്. പണത്തിന്റെ പേരിലും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തെ ഫലമായുമൊക്കെ സഹോദരന്മാർ തമ്മിൽ വർഷങ്ങളോളം പിണങ്ങി നിൽക്കുകയും ആക്രമിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്ത വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ സഹോദരനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തത് തന്നെയാണ് നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് നാം മനസ്സിലാക്കണം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് യോഹന്നാൻ സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരനെ കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് മത്തായി സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുതെന്ന് പ്രഭാഷകന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുതെന്ന് ലേബരുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ എന്ന കായന്റെ ചോദ്യത്തിന് അതെ എന്ന് തന്നെയാണ് ഉത്തരം. സഹോദരൻ എന്ന വാക്കിന് വലിയ അർത്ഥമാണുള്ളത്. ഭൂമിയിലെ എല്ലാ മനുഷ്യരും സകല ജീവജാലങ്ങളും നമ്മളുടെ സഹോദരങ്ങളാണ്. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഈശോ പറഞ്ഞത് അതുകൊണ്ടാണ്. ഈശോയുടെ കുഞ്ഞുമക്കളായ നമുക്കും ഈശോ പഠിപ്പിച്ച വഴിയിലൂടെ സഞ്ചരിക്കാം. നമുക്ക് നമ്മുടെ സഹോദരനെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ കാവലാളാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.